സിഗ്നൽ മറികടന്ന് മുന്നോട്ടു നീങ്ങിയ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ എക്സ്പ്രസ് ട്രെയിൻ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് കൊല്ലം ഓച്ചിറ സ്റ്റേഷനിൽ 3.5 മണിക്കൂറോളം പിടിച്ചിട്ടു. ലോക്കോ പൈലറ്റിനെ മാറ്റിയ ശേഷം 3 മണിക്കൂർ കഴിഞ്ഞാണ് യാത്ര പുനരാരംഭിച്ചത്. തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ എക്സ്പ്രസ് ട്രെയിനാണ് വൈകിട്ട് 7:20 ഓച്ചിറ സ്റ്റേഷന് സമീപത്തെ ചുവപ്പ് സിഗ്നൽ മറികടന്നത്. ചെന്നൈ സൂപ്പർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപ് ഗുവാഹത്തി എക്സ്പ്രസ് കടന്നുപോയിരുന്നു. ഇതിനു പിന്നാലെ റെയിൽവേ സ്റ്റേഷന് വടക്കുവശത്തുള്ള ലെവൽ ക്രോസ് തുറക്കുകയും വാഹനങ്ങൾ കടന്നുപോകുകയും ചെയ്തു. ഈ ഗേറ്റ് അടച്ചതിനു ശേഷം മാത്രമേ ട്രെയിനിന് കടന്നുപോകാനുള്ള പച്ച സിഗ്നൽ തെളിയുമായിരുന്നുള്ളൂ. എന്നാൽ ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞിരിക്കെ ട്രെയിൻ സിഗ്നൽ മറികടക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ അടിയന്തരമായി പിടിച്ചിടാൻ ട്രാഫിക് സിഗ്നൽ വിഭാഗം നിർദ്ദേശം നൽകി. ലോക്കോ പൈലറ്റിനെതിരെ യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി ലോക്കോ പൈലറ്റ് സുധീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് രാത്രി 10:47 യാത്ര പുനരാരംഭിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത സ്റ്റേഷനിൽ 3.5 മണിക്കൂറോളം ട്രെയിൻ പിടിച്ചിട്ടത് യാത്രക്കാരെ വലച്ചു. റിപ്പോർട്ടർ, കൊല്ലം.